ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നിഹാ ഫ്രോക്ക് ഡിസൈൻസ്. ഇന്ന് നമ്മളൊരു ഷറാറ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ അത്യാവശ്യം റേറ്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ ഷറാറ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷറാർക്ക് ഇപ്പോൾ അധികം നല്ല റേറ്റുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഷറാറിൻ്റെ ടോപ്പ് നോർമൽ ടോപ്പാണ്, ബട്ട് പാൻറ്റിലാണ് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ലെവലായിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് മറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പ്രത്യേകിച്ച് നെക്കൊക്കെ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിന് ലൈനിങ് വന്നിട്ടുള്ളത് ക്രേപ്പാണ്. പാൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഷിഫോണിലാണ് കേട്ടോ. ഷിഫോണിൻ്റെ അടിയിൽ നമ്മൾ ക്രേപ്പ് വെച്ചിട്ടുണ്ട് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഉള്ളിൽ നോർമൽ പാൻറ്റായിട്ടും പിന്നെ പുറത്തേക്ക് ഷറാറ പ്ലീറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് പീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ക്രേപ്പിലും പിന്നെ വർക്ക് പീസിലും മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ചെറിയ നോച്ചസൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് മെഷർമെൻറ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ശരിക്കും നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഒരു കോട്ടൺ പീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ എനിക്കിവിടെ ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കോട്ടൺ പീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മളൊരു പ്ലസ് സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു രീതിക്ക് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നെക്കൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. പിന്നെ എന്താ പറയുക, നമ്മളെ ലൈനിങ് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി കണ്ടിട്ട് നെക്കിൻ്റെ അവിടെ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളെ കയ്യിൽ ഓരോ മെറ്റീരിയലും കസ്റ്റമർ കൊണ്ടുതരുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണേണ്ടത് ആ ഒരു മെറ്റീരിയലിനെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ലീവൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില മെറ്റീരിയലിന് അങ്ങനെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ഷറാറ് വരുന്നത് കണ്ടോ, താഴേക്ക് ഇങ്ങനെ ലൈനായിട്ടാണ് വരുന്നത്. ആ ഒരു വർക്ക് ചെറിയ ലീഫുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലീഫ് ഒരു കയ്യുമ്പോൾ മുകളിലേക്കും ഒരു കയ്യുമ്പോൾ താഴേക്കൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ലൈനുകളും ഫ്ലവറുകളും ഒക്കെ വരുന്നത് മെറ്റീരിയൽസ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന മെറ്റീരിയൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, പിന്നെ ടോട്ടൽ ലെങ്ത്ത് കണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് രണ്ടും സെയിം ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ലൈൻസൊക്കെ. എന്നിട്ട് പിന്നെ അതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെനിക്ക് ന്യൂ കസ്റ്റമറാണ് കേട്ടോ. പുതിയതായിട്ട് ഫസ്റ്റായിട്ടാണ് എൻ്റെ കയ്യിൽ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ ഇയാളെ കസിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ ഒരു കസ്റ്റമർ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ന്യൂ കസ്റ്റമറിനേക്കാൾ ഒരുപാട് സന്തോഷം വരുന്നതാണ് ഓൾഡ് കസ്റ്റമർ കേട്ടോ. അതായത് ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, പിന്നെ അടുത്ത ഡ്രസ്സും നമ്മൾ കയ്യിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് ഓൾക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്തേക്ക് പിന്നെയും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. തയ്യൽ ടോപ്പൊന്നും കാണാതെ നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വർക്കുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മുടെ മേത്ത് കുത്താതെയും പിന്നെ അതേപോലെ തന്നെ നെക്ക് എനിക്ക് തോന്നുന്നു പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മലർന്നു പോവാതെയും അതേപോലെ തന്നെ മുകളിലേക്ക് കയറി പോവാതെയൊക്കെ ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും ഈ ഒരു രീതിക്ക് തന്നെയാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ മുകളിൽ ചിലപ്പോൾ കുറച്ച് പീസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് കട്ടില്ലാതെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ്ടോ ഈ ഒരു ഇതിന് ആ ഒരു പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് എക്സ്ട്രാ പീസസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, ഷോൾഡർ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഷോൾഡർ സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ ഒരുപാട് തവണ പിന്നെ തെറ്റിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് തവണ സ്റ്റിച്ച് ചെയ്ത് നോക്കും. പല യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് എൻ്റെത് എന്തായാലും പാളിപ്പോകും കേട്ടോ. പിന്നെ ഒരുപാട് പ്രാവശ്യം തുന്നൊക്കെ കഴിച്ച് നമ്മൾ നല്ല നീറ്റാക്കിയിട്ട് തന്നെ പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കും, പിന്നെ പറ്റും. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.
ആരും പിന്നെ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടല്ല വരുന്നത്. ഒരുപാട് പിഴവുകൾ പറ്റിയിട്ടാണ് നമ്മൾ ഓരോ മെത്തേഡുകളും കണ്ടെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പഠിപ്പിച്ച് തരുന്ന ടീച്ചർ എന്തെല്ലാം പഠിച്ചോ, എന്തെല്ലാം ട്രിക്കുകൾ ഉപയോഗിച്ചോ ആ ഒരു ട്രിക്കായിരിക്കും നമുക്ക് പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യലൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓരോ മെത്തേഡുകളും നമ്മൾ അതിലേറെ സിമ്പിളായിട്ടുള്ളത് കണ്ടെടുക്കും. പിന്നെ നമ്മൾ കണ്ടെടുത്ത ആ ഒരു മെത്തേഡുകളായിരിക്കും നമ്മൾ പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ റൗണ്ട് ചെയ്ത് നെക്കൊന്ന് ഫിനിഷ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്നെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്ലാസ് വർക്കൊക്കെ വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതവിടെ ഫിനിഷ് ആയിട്ട് തന്നെ കിടന്നോളും. അപ്പോൾ അങ്ങനെ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നെക്ക് കണ്ടോ നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ക്രേപ്പും പിന്നെ വർക്ക് പീസൊക്കെ വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ക്രേപ്പ് ലൈനിങ് അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഈ ഒരു ബാക്ക് പോർഷനും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും രണ്ട് സൈഡിലും നമ്മൾ പതിച്ച് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ സ്ലീവുമൊക്കെ ഉള്ള പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്നുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ആകും നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്ലീവ് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് സ്ലീവ് പിന്നെ ഷേപ്പ് ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എന്തായാലും എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷേപ്പൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്ലീവൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പായിട്ട് 2-2.5 ഇഞ്ചൊക്കെ എക്സ്ട്രാ വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അഥവാ കസ്റ്റമർ നമുക്ക് ടൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്ട്രാ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തുന്നയിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഓപ്പണിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് പറ്റൂല കേട്ടോ. അതാ കണ്ടോ, ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തായാലും കുറക്കാനല്ലാതെ കൂട്ടി കൊടുക്കാൻ നമുക്ക് എന്തായാലും പറ്റൂല. ഈ ഒരു ഷേപ്പ് സ്ലീവ് അതൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഈ ഒരു സ്ലിറ്റും കൂടിയും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് അടിഭാഗം നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക് പീസ് വരെ നമ്മൾ എടുത്താൽ മതി. പക്ഷേ കുറച്ചും കൂടി ലെങ്ത്ത് ഇതിലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷിഫോണിൻ്റെ ആ ഒരു വർക്കില്ലാത്ത ഭാഗം കാണുന്നില്ലേ, അതും കൂടി എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ലെങ്ത്ത് പിന്നെ പറ്റി കുറവാകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഞാൻ അതിലുള്ള ആ മെറ്റീരിയലിൽ ഫുൾ ലെങ്ത്ത് എടുത്തേക്കാണ്. 38 ഇഞ്ചാണെന്ന് തോന്നുന്നു പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ അടിയിലുള്ള ആ ഒരു പ്ലെയിൻ ക്ലോത്തും കൂടി യൂസ് ചെയ്യണം. പിന്നെ മുകളിലുള്ള പ്ലെയിൻ ക്ലോത്തും കൂടി നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇനി മറ്റേ ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിൻ്റെ കംപ്ലീറ്റ് പണി തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിഭാഗം ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ സ്റ്റിച്ചിങ് പരിപാടികളൊന്നും പിന്നെ ഈ ടോപ്പും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് മാത്രം ബാലൻസ് ആക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഇനി നമുക്ക് തീർക്കാനുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലുക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രിയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വെട്ടം ലേശം കമ്മിയാണ്. പിന്നെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള പീസുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.